കപ്പൽ അവശിഷ്ടങ്ങൾ തീരത്തേക്ക് വാൻഹായ് 503 കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ കേരളത്തിന്റെ തീരത്തേക്ക് എത്തുമെന്നുള്ള മുന്നറിയിപ്പ് തിങ്കളാഴ്ച മുതൽ എത്താൻ സാധ്യതയെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ടുണ്ട്. പ്രശാന്ത്, ഈ ആശങ്ക അകലുന്നു. ലങ്കൻ തമിഴ്നാട് തീരത്തേക്കാണ് ഈ കണ്ടെയ്നറുകൾ ഒഴുകിപ്പോകാനുള്ള സാധ്യത. ഇവിടെ കേരള തീരത്തെത്താൻ 10% എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ലഭ്യമാകുന്ന മുന്നറിയിപ്പ് എന്താണ്? അക്ഷയ, തെക്ക് കിഴക്ക് ദിശയിൽ തെക്ക് കിഴക്ക് ദിശയിലാണ് ഈ കണ്ടെയ്നറുകൾ, അതായത് 20 കണ്ടെയ്നറുകളാണ് വാൻഹായ് 503 എന്ന തീ പിടിച്ച കപ്പലിൽ നിന്ന് അന്ന് കടലിലേക്ക് വീണത്. അപ്പോൾ അതിനുശേഷം കപ്പൽ തീരത്തേക്ക് അടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ തീരത്തിന് ഏകദേശം 28 നോട്ടിക്കൽ മൈൽ അടുത്ത് വരെ എത്തിയതാണ്. അഴീക്കൽ തുറമുഖത്തിന് 44 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം സംഭവിച്ചത്. അപ്പോൾ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പിന്നീട് കോസ്റ്റ് ഗാർഡും നേവിയും എല്ലാം പരിശ്രമിച്ച് കടൽ രക്ഷാ സംഘമെല്ലാം ഇടപെട്ടാണ് ഇപ്പോൾ ഏകദേശം 35 നോട്ടിക്കൽ മൈൽ അകലെ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി കോസ്റ്റ് ഗാർഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരപ്രകാരം അറിയിച്ചിരിക്കുന്നത് 16-നും 16-ാം തീയതിക്കും 18-ാം തീയതിക്കും അകത്ത്, അതായത് തിങ്കളിനും ബുധനും ഇടയ്ക്കുള്ള ദിവസങ്ങളിലായി കേരള തീരത്തേക്ക് അന്ന് കടലിലേക്ക് വീണ ഈ ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കെമിക്കലുകൾ ഉൾപ്പെടുന്ന ഈ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുക്കുമെന്നതാണ്. അതിൽ ഈ മുന്നറിയിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത്: എറണാകുളം ജില്ലയുടെ തെക്ക് ഭാഗത്തും ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ തീരങ്ങളിലുമായി വന്നടിയാൻ സാധ്യതയുണ്ട് എന്നാണ് കോസ്റ്റ് ഗാർഡും ഈ കടലിലെ ഈ പൊല്യൂഷനുമായി ഇതുമായി ബന്ധപ്പെട്ട ചില ഏജൻസികളും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത്. ഇപ്പോൾ പ്രത്യേക ജാഗ്രതയായി പറഞ്ഞിരിക്കുന്നത്, തീരത്തേക്ക് ഇത്തരം കണ്ടെയ്നറുകളുടെ വസ്തുക്കൾ വന്നടിഞ്ഞു കഴിഞ്ഞാൽ ആരും അതിനടുത്ത് പോകരുത്. 200 മീറ്റർ അകലം പാലിക്കണം. ഇത് കൂടാതെ 112 എന്ന നമ്പറിൽ വിളിച്ച് ഈ വസ്തു അടിഞ്ഞിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിവരം ബന്ധപ്പെട്ട അധികൃതർക്ക് അറിയിക്കുക എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഒരു കാരണവശാലും നേരത്തെ MSCയുടെ കപ്പൽ എൽസ 3 കടലിൽ മുങ്ങിയപ്പോൾ പല വസ്തുക്കളും കേരള തീരത്തേക്ക് അടുത്തിരുന്നു. അന്ന് കാൽഷ്യം കാർബൈഡ് പോലുള്ള രാസവസ്തുക്കളായിരുന്നു കടലിലേക്ക് വീണത്. പക്ഷേ ഇത് അതുപോലെയുമല്ല, അതീവ മാരകമായ വിഷവസ്തുക്കളാണ്, കൊടും വിഷമാണ്. അതുകൊണ്ട് തന്നെ ഈ വിവരം അറിഞ്ഞ ഈ നിമിഷം മുതൽ ജനങ്ങൾ ഒരു കാരണവശാലും തീരത്ത് ഇത്തരം കണ്ടെയ്നറുകൾ അടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാം എന്ന ഒരു കൗതുകത്തോടെയോ അത്തരം വ്യഗ്രതയോടെയോ ചെന്ന് ഇത് എടുക്കരുത് എന്ന മുന്നറിയിപ്പാണ് ഏറ്റവും പ്രധാനം. കാരണം അത് വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിഷപദാർത്ഥങ്ങളാണ് ഈ കടലിൽ വീണ കണ്ടെയ്നറിലുള്ളത്. 157 കണ്ടെയ്നറുകളാണ് ആകെ, 157 രാസവസ്തുക്കളാണ് ഇതിൽ ഉണ്ടായിരുന്നതെന്ന് ഈ കണ്ടെയ്നർ മാനിഫെസ്റ്റ് പുറത്തുവിട്ടപ്പോൾ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയെ കോസ്റ്റ് ഗാർഡ് നേവി അറിയിച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ജീവജാലങ്ങൾക്ക് ഹാനികരമായ വസ്തുക്കളാണ് ഈ കണ്ടെയ്നറിലുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ആരും തീരത്ത് ഇത്തരം കണ്ടെയ്നറുകൾ അടുത്തു കഴിഞ്ഞാൽ അതിൽ തൊടാനോ അതിനടുത്ത് പോകാനോ ചെയ്യാൻ പാടില്ല എന്ന മുന്നറിയിപ്പ്